കുഞ്ഞാവന് ഹാപ്പി ബർത്ത്ഡേന്ന്. ഹലോ, വെൽക്കം. അപ്പോൾ വ്ളോഗ് നമ്മുടെ തമ്പുകൂട്ടൻ തുടങ്ങി വെച്ചേ. ആക്ച്വലി ഇതൊരു ഷോർട്ട് വ്ളോഗാണ്. ഇന്നലെ നമ്മുടെ തേജുവാവയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എവിടെയും പോയിരുന്നില്ല. ഇന്ന് സൺഡേ ആണ്, ഏട്ടന് ലീവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെട്ടുകാടേക്ക് വന്നിരിക്കുകയാണേ. ഇവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് കടലൊക്കെ കണ്ട് നേരെ ശംഖുമുഖത്തേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ എത്തുന്ന ഈ സമയത്ത് കുർബാന നടന്നിരുന്നത് ഹിന്ദിയിലാണേ. പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും മനസ്സിലാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ദൈവങ്ങൾക്ക് അങ്ങനെ ഭാഷയുടെ അതിർവരമ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ചധികം സമയം ഞങ്ങൾ പള്ളിക്കകത്ത് കയറിയിരുന്നേ. ഫസ്റ്റ് വീക്കിൽ ഓണവും മിഡിൽ വീക്കിൽ നമ്മുടെ തേജുവാവയുടെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഈ സെപ്റ്റംബർ മന്ത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിരുന്നു. സാധാരണ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിലും ഇനി ഇല്ലെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഓരോ തോന്നലുണ്ടായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകാറുണ്ട്. എവിടെയെങ്കിലും എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ, മൂന്നാർ, വട്ടവട, വാഗമൺ, കന്യാകുമാരി, പിന്നെ കൊടൈക്കനാൽ, ഊട്ടി, ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസസ്. ഇത്തവണ ഞങ്ങൾ അതൊക്കെ ബോധപൂർവ്വം മിസ് ചെയ്തു എന്ന് വേണം പറയാൻ. കാരണം ഇപ്പം ഞങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട കുറച്ച് അറേഞ്ച്മെന്റ്സ് ചെയ്യാനുള്ളത് കൊണ്ടാണ്. അതായത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു സമയത്ത് യാത്രകൾ ചെയ്യാനും എൻജോയ് ചെയ്യാനും മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കാനും ഒക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ളത് ദൈവങ്ങൾ മാത്രമാണ്. മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തുന്നവരെക്കാളും ഞങ്ങൾക്ക് ആവശ്യവും ദൈവങ്ങളുടെ അനുഗ്രഹം തന്നെയാണ്. പറഞ്ഞ് റൂട്ട് എങ്ങോട്ടേക്കോ പോകുന്നു. ബാക്ക് ടു അവർ ലൈഫ്. സത്യത്തിൽ ഏറ്റവും സുഖമുള്ള പരിപാടിയും അത് തന്നെയാണ്. അവനവൻ്റെ ലൈഫ് മാത്രം നോക്കി ജീവിക്കുക. പിന്നെ മറ്റൊരാൾക്ക് നമ്മളെ ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഉപയോഗമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അതിപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരാണെന്ന് നമ്മൾ കരുതുന്നവരായാലും ആരായാലും. ഒരു പക്ഷേ എന്തിനും ഏതിനും നമ്മുടെ കൂടെ കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നവർ അതങ്ങനെ ആയിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തി തരുമ്പോഴില്ലേ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊന്ന് തളർന്നിരുന്നാൽ, പ്രത്യേകിച്ച് ഒരു വീടിന്റെ കാര്യത്തിന് നമുക്കൊരു കൈത്താങ്ങാകുമെന്നും ഈ കുഞ്ഞു കുട്ടികളെയും കൂട്ടി സുരക്ഷിതമായൊരു വീട്ടിലേക്ക് മാറേണ്ടത് നമ്മളെപ്പോലെ തന്നെ അവരുടെ ആവശ്യമാണെന്ന് വിചാരിച്ചിരുന്നിട്ട് അവസാനം നമ്മളെ തന്നെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പിന്നെ അവര് നമ്മുടെ വേണ്ടപ്പെട്ടവരെന്ന് പറയാമോ? സഹായിച്ചില്ലേലും വേണ്ടില്ല, പകരം കുറ്റപ്പെടുത്തല. ഇനിയിപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ലിസ്റ്റിൽ നിന്നും അവരെ മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. ഏതായാലും എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. ഇനി വേറെ ചിലരാണെങ്കിലോ, നമ്മളൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ കൈ പിടിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ കൂടെ ഉണ്ടാകും. പക്ഷേ നമുക്കിടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാത്തൊരവസ്ഥ, പകരം അനീതി. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇനി ആ ഒരു പ്രശ്നം ആവർത്തിക്കരുത്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവർ എപ്പോഴും ന്യായത്തിന്റെ ഭാഗത്തല്ലേ നിൽക്കുള്ളൂ. എന്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നതെന്ന് നോക്കി അതിന് വരാതിരിക്കാൻ എന്ത് ചെയ്യാം, എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാം, ഇതൊക്കെയല്ലേ നോക്കുള്ളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞ കൂട്ടരുടെ നിഘണ്ടുവിൽ ഇങ്ങനൊരു വിധിവാചകം ഇല്ലേ ഇല്ല. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാണെന്ന് വെക്കുക. അപ്പോൾ പറഞ്ഞവരുടെ തിയറി അനുസരിച്ച് ആത്മഹത്യ ചെയ്തതാണ് തെറ്റ്. അതിന് കാരണമായതോ കാരണക്കാരായതോ ഇതൊന്നും റീസണേ അല്ല. അവരൊക്കെ നല്ലവരാകും. അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്ന കാര്യം മാത്രം ആലോചിച്ച് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാത്തത് ശരിയാണോ? അത് വീണ്ടും വഴിയൊരുക്കുന്നതോ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെയായിരിക്കും. അവരെയും എന്ത് വിശ്വസിച്ച കൂടെ കൂട്ടുക? ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മതത്തിൽപ്പെട്ട ദൈവങ്ങളുമാണ്. ഇനി അതൊക്കെ മേലെ പറഞ്ഞാൽ ഒരു ഓൾമൈറ്റി. അപ്പോൾ ഞാനും ഏട്ടനും ചേർന്നെടുത്തൊരു തീരുമാനമാണ്. പലരും സഹായിച്ചില്ലേലും വേണ്ടില്ല, ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അങ്ങനെ അതിഗംഭീരമായ സ്നേഹമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇപ്പോൾ നമ്മുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്നു എന്ന് കരുതി ആരോടും ഒരു പിണക്കോ വഴക്കോ ഒന്നുമില്ല കേട്ടോ. പൈസ പോലുള്ള സാമ്പത്തികം ഒന്നുമല്ല നമുക്ക് വേണ്ടത്. ചില ക്രൂഷ്യൽ മൊമെന്റ്സിൽ ഒന്ന് ഡൗൺ ആകും ചേർത്ത് നിർത്തി ഒരു മെന്റൽ സപ്പോർട്ട് പോലും തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അവർ ബന്ധം കൊണ്ട് മാത്രം വേണ്ടപ്പെട്ടവരായിരിക്കും, മനസ്സുകൊണ്ട് ആരുമല്ലാതായി കാണും. പിന്നീട് അങ്ങോട്ട് ലൈഫിലെ എക്സ്പീരിയൻസസ് എന്തായാലും സന്തോഷമായാലും സങ്കടമായാലും ഒന്നും ഇത്തരക്കാരോട് തുറന്നു പോലും പറയാൻ പറ്റാത്ത അത്ര അകൽച്ചയിലായിരിക്കും മനസ്സ് പോവുക. ഏതായാലും ഞങ്ങളുടെ ഈ ലൈഫും ഞങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ ഞങ്ങളുടേതാണെന്ന് മാത്രം മനസ്സിലാക്കി തന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. ആ ഒരു തിരിച്ചറിവിലൂടെ ഞങ്ങൾ എടുത്ത ആ തീരുമാനമില്ലേ, അത് വളരെ ശരിയായിരുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന ഒരു സ്റ്റേജില്ലേ, ഇറ്റ് വാസ് അമേസിങ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകണമെങ്കിൽ അതിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയതോടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഓൾമൈറ്റിയും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എവിടെ പോയാലും ഒരു ദൈവനിയോഗം പോലെ ആരെങ്കിലും ഒരാൾ നമ്മളെ സഹായിക്കാൻ കൂടെ ഉണ്ടാകും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇവിടെ അവസാനിക്കുകയാണേ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ബൈ.